ഹായ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജോഗ്രഫിയിലെ സെക്കൻഡ് പാഠമായ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠവുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാന്നറിയാമോ? അതാണ് വാസ്കോ ഡ ഗാമ. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയിലേക്ക് വന്ന വ്യക്തിയാണ് വാസ്കോ ഡ ഗാമ. ഇന്ത്യയിലേക്ക് വഴി കണ്ടെത്താൻ വാസ്കോ ഡ ഗാമ എന്ന നാവികന് തുണയായത് കാറ്റുകളും പിന്നെ അടങ്ങാത്ത ആത്മവിശ്വാസവും മാത്രമായിരുന്നു. നമ്മുടെ നാടിൻ്റെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ച ആ സമുദ്രയാത്രയിൽ കാറ്റുകളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരാളുടെ സമുദ്രയാത്രയെ കാറ്റ് സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത്. എങ്ങനെയാണ് കാറ്റുകൾ നമ്മെ സ്വാധീനിക്കുന്നത്? വിവിധ തരം കാറ്റുകൾ, അവയ്ക്കുള്ള കാരണങ്ങൾ, അവ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ തുടങ്ങിയ വസ്തുതകളിലേക്ക് നമുക്ക് പോകാം. എന്താണ് അന്തരീക്ഷമർദ്ദം? അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഈ അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് അടിസ്ഥാന കാരണം. ഈ വ്യതിയാനങ്ങൾ എന്തുകൊണ്ടെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അന്തരീക്ഷമർദ്ദത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അന്തരീക്ഷമർദ്ദം എന്നത് ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. രസബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത്. അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ മില്ലിബാർ, ഹെക്ടോ പാസ്കൽ എന്നിവയും. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടിക കുഴയിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോഴത്തെ അന്തരീക്ഷമർദ്ദം 1013.2 മില്ലിബാർ അഥവാ 1013.2 ഹെക്ടോ പാസ്കൽ ആണ്. നമ്മളിപ്പോൾ അന്തരീക്ഷമർദ്ദത്തെക്കുറിച്ച് എന്തെല്ലാമാണ് പഠിച്ചത്? ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എന്ന് പഠിച്ചു. അതുപോലെ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം രസബാരോമീറ്ററും അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഹെക്ടോ പാസ്കലും മില്ലിബാറാണെന്നും പഠിച്ചു. ഇനി നമുക്ക് ഈ ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ 2 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, എയും ബിയും. ഇതിൽ 2 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, എയും ബിയും. എ പറയണത് ഹൈറ്റ് ഉള്ള ഭാഗം, ബി പറയണത് ഉയരം ഹൈറ്റ് കുറവുള്ള ഭാഗവുമാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ അറിയോ? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. അതായത് ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വായുമർദ്ദം കുറയുന്നത്. പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ? അതായത് നമ്മൾ ഉയരത്തിലേക്ക് പോകും തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നതിനാൽ അവിടെ വായു ലഭ്യത കുറയും. അതായത് നമുക്ക് ശ്വസിക്കാൻ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടാണ് പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ കരുതുന്നത്. പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി തോന്നുന്നതും ഈ വായുമർദ്ദത്തിൻ്റെ കുറവ് മൂലമാണ്. ഉയരവും അന്തരീക്ഷവും വിപരീത അനുപാതത്തിലാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിൻ്റെ ഉയരം എന്ന് മനസ്സിലായില്ലേ? എന്നാൽ ഉയരം മാത്രമല്ല, താപവും ആർദ്രതയും വായുമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. മറ്റെല്ലാ വസ്തുക്കളെയും എന്ന പോലെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കും. വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാൽ അത് മുകളിലേക്ക് പോകുന്നു. ഇത് വായുമർദ്ദം കുറയുന്നതിനിടയാക്കും. ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതിനോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യും. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങുന്നതിനിടയാക്കും. അതിൻ്റെ ഫലമായി അന്തരീക്ഷമർദ്ദം കൂടുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു.
താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുകയും ചെയ്യുന്നു. താപവും അന്തരീക്ഷമർദ്ദവും വിപരീതാനുപാതത്തിലാണെന്ന് മനസ്സിലായില്ലേ നമുക്ക്? നമ്മൾ നേരത്തെ പഠിച്ചു പ്രദേശത്തിൻ്റെ ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീതാനുപാതത്തിലാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ താപവും അന്തരീക്ഷമർദ്ദവും വിപരീതാനുപാതത്തിലാണെന്ന് പഠിച്ചു. ഇനി അടുത്തത് ആർദ്രതയും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിന് മർദ്ദം കുറവായിരിക്കും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീതാനുപാതത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള 2 സ്ഥലങ്ങളാണ് എ, ബി എന്നീ ചിത്രങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏത് സ്ഥലത്താണ് അന്തരീക്ഷമർദ്ദം കുറവായിരിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കിയിട്ട് പറയും. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നു. മേൽപ്പറഞ്ഞ ഘടകങ്ങളിലെ ഏറ്റക്കുറച്ചുകൾക്കനുസൃതമായി അന്തരീക്ഷമർദ്ദത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണെന്ന് പറയാം. അപ്പം ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ എന്തോ? ഒരു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ അതിനെയാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. ഇനി സമമർദ്ദ രേഖകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. അതായത് സമമർദ്ദം എന്ന് പറഞ്ഞാൽ ഒരേ മർദ്ദമുള്ള രേഖകൾ. സമമർദ്ദ രേഖകൾ നിരീക്ഷിച്ചാൽ ഏതൊരു പ്രദേശത്തെയും അന്തരീക്ഷമർദ്ദത്തിൻ്റെ വിതരണക്രമം അനായാസം ബോധ്യമാകും. ഈ ചിത്രത്തിൽ നോക്കൂ, ഇതിൽ മർദ്ദമേഖലകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള മർദ്ദമേഖലകളാണ് ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷമർദ്ദം ഏറെക്കുറെ ഒരേപോലെയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഭൂമിയിലെ വിവിധ മർദ്ദമേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയില്ലേ? ഇവ ആഗോള മർദ്ദമേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ മർദ്ദമേഖലയെയും വിശദമായി പരിചയപ്പെടാം. ഫസ്റ്റ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതായത് 0° അക്ഷാംശത്തിലാണ് അത് കിടക്കുന്നത്. അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത്. അതായത് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സൂര്യരശ്മികൾ എപ്പോഴും ഭൂമധ്യരേഖ ഭാഗത്ത് പതിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ ഇതാണ് കാരണം. മധ്യരേഖയ്ക്ക് തെക്ക് 5° മുതൽ വടക്ക് 5° വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർലഭമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്നും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നു. പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഇവിടം പേടിസ്വപ്നമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഈ പായ്ക്കപ്പലുകൾ സഞ്ചരിക്കുന്നത് കാറ്റിൻ്റെ വേഗതക്കനുസരിച്ചാണ്. അപ്പോൾ കാറ്റില്ലെങ്കിൽ പായ്ക്കപ്പലുകൾ എങ്ങനെ പോവുക? അത്രയേ ഉള്ളൂ കാര്യം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്കു കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. കപ്പലിൻ്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുമെന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നത്രേ.
അങ്ങനെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം എന്ന പേര് വന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഏതാ? 30 ഡിഗ്രി തെക്ക്. ഇനി നമുക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്താണെന്ന് പഠിക്കാം. അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. മധ്യരേഖ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു ക്രമേണ തടുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പേറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായ ചുഴറ്റി എന്നറിയപ്പെടുന്നു. ഇതുമൂലം ഉപദ്രവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ഇനി അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണിത്. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും. അവിടെ തണുപ്പായിരിക്കും. ചൂട് കൂടുമ്പോഴാണ് ന്യൂനമർദ്ദമായിട്ട് മാറുക. ഭൂമിയിലെ മർദ്ദമേഖലകളുടെ വിതരണക്രമം ഇങ്ങനെയാണ്. സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന് അടിസ്ഥാനം. സൂര്യന്റെ അയനത്തിനനുസൃതമായി മർദ്ദമേഖലകൾക്ക് സ്ഥാനമുണ്ടാവുന്നു. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു. ദക്ഷിണായന കാലത്ത് തെക്കോട്ട് നീങ്ങുന്നു. അടുത്ത ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.